ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കർഷക സമരം ഒത്തുതീർക്കാൻ ബുധനാഴ്ച വീണ്ടും ചർച്ച. സാധ്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. കേരളത്തിൽ ഇന്ന് 4777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5217 പേർ രോഗമുക്തി നേടി. ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കർക്ക് പ്രണാമം. 64ാം ചരമവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. കേരളത്തിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിച്ചു. ട്വന്റി ക്രിക്കറ്റ് രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയയെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പുതിയ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് പ്രതിനിധികളുമായി കർഷക നേതാക്കൾ ബുധനാഴ്ച 6ാം വട്ട ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം. ഇന്നലെ ഇരുവിഭാഗവും തമ്മിൽ നടന്ന ചർച്ച പൂർത്തീകരിക്കാനായിരുന്നില്ല. കർഷകർ ഉയർത്തിയ ആവശ്യങ്ങളിൽ സാധ്യമായ എല്ലാ പരിഹാര മാർഗ്ഗങ്ങളും ഭരണകൂടം സ്വീകരിച്ചതായും കർഷക സമരം എത്രയും വേഗം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അഭിപ്രായപ്പെട്ടു. APMC മന്തി സംവിധാനം ശാക്തീകരിച്ചുകൊണ്ട് സ്വകാര്യ വിപണികളുമായി മത്സരിക്കാനുള്ള മികച്ച സൌകര്യം രാജ്യത്ത് ഉറപ്പാക്കുമെന്ന് ശ്രീ തോമർ നേരത്തെ 40 കർഷക യൂണിയൻ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. താങ്ങുവില സമ്പ്രദായം തുടരുമെന്നും തർക്കപരിഹാരത്തിനായി ഉന്നത കോടതികളെ സമീപിക്കാനുള്ള അവസരം ഭരണകൂടം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമരത്തിലുടനീളം സമാധാനം പാലിക്കുന്ന കർഷക യൂണിയനുകൾക്ക് അദ്ദേഹം നന്ദിയും അറിയിച്ചു. കർഷകരുടെ പ്രശ്നപരിഹാരത്തിനായി നരേന്ദ്രമോദി ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുമായി ചർച്ചകൾ നടത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആഗ്ര മെട്രോ പദ്ധതി പ്രധാനമന്ത്രി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 29.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2 ഇടനാഴികളാണ് പദ്ധതിയിലുള്ളത്. താജ്മഹൽ, ആഗ്ര ഫോർട്ട്, സിക്കന്ദ്ര തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി ഇത് ബന്ധിപ്പിക്കുന്നു. 8379 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 10 നിർവഹിക്കും. അടുത്ത 100 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പുതിയ മന്ദിരം പണിതീർക്കുക. സമിതി കാര്യാലയങ്ങൾ, രാഷ്ട്രീയ പാർട്ടി കാര്യാലയങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 971 കോടി രൂപ ചെലവിലാണ് പാർലമെന്റ് മന്ദിരം പണിതീർക്കുക. നിലവിലെ പാർലമെന്റ് മന്ദിരത്തേക്കാൾ 17,000 ചതുരശ്ര മീറ്റർ അധിക വലിപ്പത്തിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക. രാജ്യം 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സമ്മേളനം നടക്കുന്നത് പുതിയ മന്ദിരത്തിലായിരിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.37%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,000-ഓളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 42,000-ഓളം പേരാണ് രോഗമുക്തി നേടിയത്. ഇത് തുടർച്ചയായ 9ാം ദിവസമാണ് പ്രതിദിന രോഗമുക്തരുടെ എണ്ണം രോഗം സ്ഥിരീകരിച്ചവരേക്കാൾ കൂടുതലാകുന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ആകെ രോഗബാധിതരുടെ 4.18%. 482 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 1.45% നിലവിലെ മരണനിരക്ക്. കേരളത്തിൽ ഇന്ന് 4777 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. 5217 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51,893 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 9.21 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങൾ കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 2418 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 60,924 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,69,00,000 പിന്നിട്ടു. 1,90,00,000-ലധികം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 4,63,00,000-ലധികം പേർ രോഗമുക്തി നേടി. 15.5 ലക്ഷത്തോളം പേരാണ് ലോകത്തിതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 59 ലക്ഷം പിന്നിട്ടു. ഫ്രാൻസ്, ഇറ്റലി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് അമേരിക്ക കഴിഞ്ഞാൽ രോഗബാധയിൽ മുന്നിട്ട് നിൽക്കുന്നത്. തങ്ങൾ വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കാനും വിതരണം ചെയ്യാനുമുള്ള അടിയന്തര അനുമതിക്കായി ഫൈസർ ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു. പ്രതിരോധ മരുന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനും ഇവിടെ വിൽപ്പന നടത്താനുമുള്ള അനുമതിക്കായാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയെ കമ്പനി സമീപിച്ചിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് 5 കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ പരീക്ഷണങ്ങളാണ് പുരോഗമിക്കുന്നത്.
ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 64ാം ചരമവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം. വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അംബേദ്കർക്ക് ആദരവർപ്പിച്ചു. സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിനും ഭരണത്തിനുമായി നിലകൊണ്ട വ്യക്തിയായിരുന്നു ഡോക്ടർ അംബേദ്കറെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചെന്നൈയിലെ രാജ്ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങുകളിൽ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിനൊപ്പമാണ് ഉപരാഷ്ട്രപതി പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കേരളത്തിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിച്ചു. 1727 വാർഡുകളിലായി 6465 സ്ഥാനാർത്ഥികളാണ് മറ്റന്നാൾ ജനവിധി തേടുന്നത്. 28.26 ലക്ഷത്തോളം വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തുകളിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ബൂത്തുകളിൽ ഹരിതചട്ടവും കോവിഡ് മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നാളെ രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങും. ബൂത്തുകൾ നാളെ അണുവിമുക്തമാക്കും. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ സുഗമമായ വോട്ടെടുപ്പ് നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിവിധ തലങ്ങളിൽ പ്രത്യേക പോലീസ് സംഘങ്ങളെ നിയോഗിച്ചതായി പോലീസിന്റെ ഇലക്ഷൻ നോഡൽ ഓഫീസർ അറിയിച്ചു. 5 ജില്ലകളെയും പ്രത്യേകം മേഖലകളായി തിരിച്ചാണ് പോലീസിനെ നിയോഗിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ 8 കമ്പനി സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. നാളെ സായുധ സേനാ പതാക ദിനം. വിമുക്ത സൈനികരുടെ ആശ്രിതരുടെ ക്ഷേമത്തിനായുള്ള ധനസമാഹരണത്തിനായാണ് 1949 മുതൽ പതാക ദിനാചരണം നടത്തുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതി ഭവനിൽ വച്ച് NCC കേഡറ്റുകളിൽ നിന്നും പതാക വാങ്ങി ദിനാചരണത്തിന് തുടക്കമിട്ടു. പതാകകൾ വാങ്ങി ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഗവർണർ പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇതോടെ 3 കളികളുള്ള പരമ്പര ഇന്ത്യ കരസ്ഥമാക്കി. ഓസ്ട്രേലിയ ഉയർത്തിയ 195 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 19.4 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. നഷ്ടമാക്കിയത് 4 വിക്കറ്റ് മാത്രം. അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ശിഖർ ധവാനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഗോവ FCയും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. ഗോവയിൽ മഡഗാവിലെ ഫറ്റോർദ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ഇന്ന് ആദ്യം നടന്ന മുംബൈ സിറ്റിയും ഒഡീഷ FCയും തമ്മിലുള്ള മത്സരത്തിൽ മുംബൈക്ക് ജയം. ഒഡീഷയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണരേഖ അബദ്ധത്തിൽ കടന്ന 2 പാക് സഹോദരിമാർ സൈന്യത്തിന്റെ പിടിയിലായി. പാക് അധീന കശ്മീരിലെ അബ്ബാസ്പൂർ സ്വദേശികളായ പെൺകുട്ടികളെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസിന് കൈമാറി. ഇവരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു. ആയുഷ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് വാണിജ്യ വ്യവസായ ആയുഷ് മന്ത്രാലയങ്ങൾ സംയുക്തമായി പ്രത്യേക സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ആയുഷിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക്കും തമ്മിൽ നടത്തിയ ആയുഷ് വ്യവസായ അവലോകന യോഗത്തിലാണ് തീരുമാനം. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി വിലയിലും ഗുണമേന്മയിലും പര്യാപ്തത കൈവരിക്കാൻ ആയുഷ് ശൃംഖല ഒന്നാകെ പ്രവർത്തിക്കാനും തീരുമാനമായി. ആയുഷ് മേഖലയിലെ 50ഓളം വ്യാപാര വ്യവസായ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. 2000-ലധികം ഓഹരി ഉടമകളും ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നികുതിരഹിത വ്യാപാരം സാധ്യമാക്കുന്ന തരത്തിൽ ഭൂട്ടാനുമായി ബംഗ്ലാദേശ് കരാറിലേർപ്പെട്ടു. ബംഗ്ലാദേശ് വാണിജ്യമന്ത്രിയും ഭൂട്ടാൻ ധനമന്ത്രിയും ധാക്കയിൽ വെച്ചാണ് കരാറിൽ ഒപ്പിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷക സമരം ഒത്തുതീർക്കാൻ ബുധനാഴ്ച വീണ്ടും ചർച്ച. സാധ്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. കേരളത്തിൽ ഇന്ന് 4777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5217 പേർ രോഗമുക്തി നേടി. ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കർക്ക് പ്രണാമം. 64ാം ചരമവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. കേരളത്തിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിച്ചു. 2020 ക്രിക്കറ്റ് 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.